ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബാക്ക് ടു എഡിഷൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ബ്ലോക്സ് ഫ്രൂട്ടിൻ്റെ ഫുൾ വീഡിയോ ആയിട്ടാണ്. ഇന്നലെ ഞാൻ സ്പിൻ ചെയ്തപ്പോൾ എനിക്കൊരു അടിപൊളി ഫ്രൂട്ട് കിട്ടി. അത് ഫസ്റ്റ് സീ തന്നെ കേട്ടോ, ഫസ്റ്റ് സീ തന്നെ. ലുക്ക് അറ്റ് ദിസ് ഡ്യൂഡ് ബുദ്ധ. എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ആലോചിക്കണ തന്നെ, ഓ ബുദ്ധ കിട്ടി സീൻ. എനിക്കത് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. നല്ല ലക്കുണ്ട് എനിക്ക്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ തന്നെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ലക്ക് തന്നെ. അതിനൊക്കെ വീണതിലൊന്നും എനിക്ക് സങ്കടമില്ല. എനിക്ക് ബുദ്ധ കിട്ടിയതിലാണ് എൻ്റെ മോനെ. എനിക്കിപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ എന്തായാലും ഇന്ന് അവധിയാണ്, ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. സെൻറ്റ് തോമസ് ഡേ എന്തോ ആയതുകൊണ്ട് അവധിയാണ്. നമുക്ക് ചുമ്മാ ഇരുന്ന് റെക്കോർഡ് ചെയ്യാനുള്ള ടൈം കളയാൻ പറ്റാത്തതുകൊണ്ട് ഞാനിന്ന് റെക്കോർഡിങ്ങിന് ഇറങ്ങിയേക്കണേ. പറയാൻ പറ്റില്ല, എൻ്റെ മൈക്കിൻ്റെ വോയിസ് പോയി കാണും. കിട്ടാൻ സാധ്യതയൊന്നുമില്ലായിരിക്കാം, ഒരു ഉറപ്പില്ല എനിക്ക് ചെയ്യണ ഈ വീഡിയോയിൽ. ഇത് വരാനും സാധ്യതയൊന്നും ഉണ്ടാവില്ല. കാരണം എഡിറ്റ് ചെയ്തിടാനൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഇത് വോയിസ് വന്നില്ലെങ്കിൽ ഭയങ്കരമാണ്. അപ്പോൾ നമുക്ക് ബുദ്ധയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് അത് കഴിക്കാൻ പോകണം എന്നായിരിക്കും നിങ്ങളായിരിക്കുന്നത്. എനിക്കിനി ഒരു ലവ് ഫ്രൂട്ട് കിട്ടാണ്ട് ഞാൻ ആ ബുദ്ധ കഴിക്കണതാണ്. ബുദ്ധയിലെ കയ്യിൽ ഞാൻ സ്പിൻ ചെയ്യാനുള്ള പൈസ ആയിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ബോറടിച്ചിരിക്കേണ്ടി വരും. പിന്നെ ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, എന്താ ബുദ്ധ കഴിക്കണോ വേണ്ടതെന്ന്. നിങ്ങൾ കഴിക്കണമെന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ കഴിക്കത്തില്ല, കഴിക്കണ്ടെന്ന് കമൻറ്റ് ചെയ്താലും കഴിക്കത്തില്ല. കാരണം ലവ് ഫ്രൂട്ട് കിട്ടാണ്ട് എനിക്കത് കഴിക്കാൻ പറ്റത്തില്ല. അത്രയെങ്കിൽ ഇഷ്ടപ്പെട്ടു പോയി ലവ് ഫ്രൂട്ട്. കാരണം ഒരു ഉദാഹരണം കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാമായിരിക്കും, ഇങ്ങനെ ഫ്ലെമിംഗോ എടുത്ത് ഉമ്മമാരെയൊക്കെ വണ്ടി കയറ്റി ചെയ്താൽ പറ്റും. അതൊക്കെ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറായി പോയതുകൊണ്ട് നോ ചേഞ്ചിങ്. പിന്നെ ഞാൻ നൂബ് മാസ്റ്ററിൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. റോബ്ലോക്സിൽ എൻ്റെ ചാനൽ പോട്ടെ, റോബ്ലോക്സിൽ ഇതിൽ എന്താ ഫ്രണ്ട് റിക്വസ്റ്റ് അപ്സെറ്റ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്സെറ്റ് ചെയ്യുമായിരിക്കാം, എനിക്കത് ഉറപ്പൊന്നും പറയണില്ല, ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. കഴിഞ്ഞ ഗോവേ ഗാർഡൻ്റെ വീഡിയോയിലായിരുന്നു ഞാൻ കമൻറ്റ് ചെയ്തത്. പിന്നെ വേറൊരു വീഡിയോയിൽ കമൻറ്റ് ചെയ്തായിരുന്നു. കുറേ വീഡിയോയിൽ എനിക്ക് 2 വീഡിയോയിൽ എന്തോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൈസ എത്തിച്ച് കാണാം. ഞാൻ ഇത്രയും നേരം എന്താ ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കൊസ്റ്റ് കംപ്ലീറ്റ് ആയി, ഞാൻ മറന്നുപോയി. 80 വന്നിട്ടുണ്ട്. അപ്പോൾ 85 പിന്നെ കണ്ടു. അപ്പോൾ കൈസ് നമുക്ക് ഇനി 80 നോക്കില്ല. 85 എനിക്ക് സിമ്പിളാണ്. എൻ്റെ ഡാർക്ക് സ്റ്റെപ്പിൻ്റെ ലെവൽ ഉണ്ടോ നിങ്ങൾ മാസ്റ്റർ? എനിക്ക് പിന്നെ ട്രൈഡൻ്റ് ഒക്കെ കിട്ടിയിട്ടോ. എൻ്റെ ചേട്ടൻ 100 ലെവലുള്ളൂ, പക്ഷെ അവൻ ട്രൈഡൻ്റ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ അവനെ വിളിക്കാറുണ്ട് എൻ്റെ ഒപ്പം വന്ന് ബോസ് ഫൈറ്റ് അവിടെ എടുക്കാൻ വേണ്ടി അവനെ ഹെൽപ്പ് ചെയ്യാൻ വിളിക്കാറുണ്ട്. അപ്പോൾ അവൻ വന്നു. ലാസ്റ്റിറ്റ് ഞാൻ ആ ബോസ് ഫൈറ്റിന് അവന് കൊടുത്തു. അപ്പോൾ അവന് ആ ട്രൈഡൻ്റ് കിട്ടി. അതേപോലെ തന്നെ ഞാനും ചെയ്ത്, എനിക്കും ട്രൈഡൻ്റ് കിട്ടി. ട്രൈഡൻ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ഈ ബുദ്ധ കിട്ടിയോണ്ട് ഒന്നും പറയാൻ പറ്റുള്ള. സ്പിൻ ചെയ്യാൻ പോവാം. അവന് ലൈറ്റാട്ടോ ഫ്രൂട്ട്, ലൈറ്റ്. അവന് ഡയമണ്ട് ആയിരുന്നു, അത് പിന്നെ ലൈറ്റാക്കി, പിന്നെ എന്തോരം ആക്കി. ബൈ ബുദ്ധ. ഇനി ഇതെങ്ങാനും പോയി കഴിഞ്ഞാൽ എന്നോ ഏത് ഫ്രൂട്ട്? നോബ് ഫ്രൂട്ടായിരിക്കും, ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ ചോപ്പ് പോയി കിടക്കുമായിരുന്നു, തരുമോ? താങ്ക് യു ബ്രോ. എൻ്റെ ചോപ്പേ അത് പോയി കിടക്കുമായിരുന്നു. എന്തായിട്ടേ ഞാൻ അറിയാൻ്റെ അടുത്ത് കിടന്നതാണ്, ചത്തുപോയപ്പോൾ ആ ഫ്രൂട്ടങ്ങ് പോയി. ആ സ്മോക്ക് എടുത്ത് പോയത്. എനേബിളിങ് PvP ഇവിടെ വന്നിട്ട് എനേബിൾ ചെയ്തിട്ടൊരു കാര്യമില്ല. ഗ്രാവിറ്റി ആണോ? അവനെ സ്പിൻ ചെയ്ത് ഞാൻ ബുദ്ധ വരാം ചുമ്മാ. ഞാൻ പണ്ടത്തെ സ്കാമിങ്ങാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്താണെന്നറിയോ? ഫ്രൂട്ട് എടുക്കണേലല്ല, ആൾക്കാരെ പറ്റിച്ച് ഫ്രൂട്ട് വാങ്ങിക്കണേല. അതൊക്കെ എന്തെന്ന് പറഞ്ഞാൽ, യു വാണ്ട് ദിസ് ഫ്രൂട്ട് എന്ന് ചോദിക്കും. യെസ് ബട്ട് ഗീവ് മീ ഫസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയും. അപ്പോൾ അവൻ ഫ്രൂട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്താ ആ ഫ്രൂട്ട് വാങ്ങിച്ചിട്ട് സ്റ്റോർ ചെയ്യും, നല്ല ഫ്രൂട്ടാണെങ്കിൽ.
അങ്ങനെയൊക്കെയാണ് ഞാൻ പണ്ട്. ഇപ്പോൾ പൊതുവായിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അരി പറഞ്ഞു കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ചെയ്തോളൂ. ആർക്കെങ്കിലും സ്മോക്ക് വേണമെങ്കിൽ എടുത്തോ. വേണ്ട, എനിക്കൊന്നും വേണ്ട സ്മോക്ക്. ഞാൻ സ്പിൻ ചെയ്തിട്ട് എടുത്ത സ്മോക്ക് എനിക്ക് വേണോ? അപ്പോൾ ഇന്നത്തെ പരിപാടിയും ബ്ലോക്ക് സ്ട്രൂട്ടിൽ ഇത്ര പോരെ നമുക്കിന്ന്. എൻ്റെ ചോപ്പ് ചേച്ചി കിട്ടിയപ്പോൾ സമാധാനമായി. അതിന് എന്തെങ്കിലും എത്ര ഫ്രൂട്ട് ഉണ്ടെന്ന് ഞാൻ കാണിച്ചില്ല. ദേ റോക്കറ്റ് ഉണ്ട്, സ്പിങ് ഉണ്ട്, ദേ ചോപ്പുണ്ട്, അതായത് ബ്ലേഡ് ഉണ്ട്, സ്പിന്നുണ്ട്, സ്പ്രിങ് ഉണ്ട്, ബോംബുണ്ട്, സ്മോക്ക് ഉണ്ട്, സ്പൈക്ക് ഉണ്ട്, ഫ്ലെയിം ഉണ്ട്, ഐസ് ഉണ്ട്, സ്റ്റാൻഡ് ഉണ്ട്, സാൻഡ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, ഈഗിളുണ്ട്, ഡയമണ്ട് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, റബ്ബറുണ്ട്, മാഗ്മയുണ്ട്, ക്യുക്കുണ്ട്, ബുദ്ധയുണ്ട്. ഓക്കെ, ഇതിൽ ഏത് ഫ്രൂട്ട് കഴിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേ. പക്ഷെ നല്ല ഫ്രൂട്ടായിട്ട് പറയാവുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ സ്പെയറും എൻ്റെ ഈ ലവിൻ്റെ സ്പെയറും ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും. ആ കഴിക്കേണ്ട ഫ്രൂട്ടിൻ്റെ സ്പെയറും ലവ് ഫ്രൂട്ടിൻ്റെ സ്പെയറും ഉണ്ടെങ്കിലായിരിക്കും ഞാൻ ആ കഴിക്കാൻ പോണേ. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിൽ കയറിയിട്ട് കാണാം. ഗൈസ്, ഇതാണ് എൻ്റെ അക്കൗണ്ട്. പേര് മെയിലിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ സൂം ചെയ്ത് കാണിച്ചേക്കാം. വേണ്ടവർക്ക് കയറി റിക്വസ്റ്റ് അയക്കാം. അത് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തോളാം. കയറി കേട്ടോ. ഇതിൽ നിന്ന് കയറാൻ ഭയങ്കര പാടാണ്. നമുക്ക് മറ്റേ പാട് കയറാം. ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കാൻ എനിക്ക് ഇഷ്ടമൊക്കെയാണ്. എന്നാലും ഇപ്പോൾ കയറി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. ഇങ്ങനെ കയറുവാണെങ്കിൽ പെട്ടെന്ന് കയറിക്കോളൂ. ഗെയിമിൽ കയറിയിട്ട് കാണാം എൻ്റെ ഗാർഡൻ. അപ്പോൾ ഗൈസ്, ദിസ് ഈസ് മൈ ഗാർഡൻ എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഗാർഡൻ എന്ത് ചെയ്താൽ കുറേ ചെറിയ ഗാർഡനാണ് ഗൈസ്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഒക്കെ കൊണ്ടുപോയി വിറ്റേക്കാം. പൈസ ഉണ്ട് എൻ്റെ. അത്രയും പൈസ എനിക്കുണ്ട്. കുറേ പേര് ഫ്രൂട്ട് ഇതൊക്കെ തന്നിട്ടാണ്. എനിക്കിതിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് മിക്കതും വാങ്ങിക്കാൻ പറ്റുള്ളൂ. ബനാന നോ സ്റ്റോക്ക്. സ്ഥലം മെയിൻ ഉണ്ട്. ഇനി ബനാന ഇല്ല. ഓക്കെ, ഗാർഡനിൽ പോയി എന്നിട്ട് ഇറങ്ങടാ. ഇത് ഡോഗല്ലേ? എലിക്കുട്ട കയറ്. എലീനെ കേട്ട എലീനെ കേട്ടിട്ടുണ്ട്. നീ ഇറങ്ങും. ഡോഗ് എന്തി? ഇതാണല്ലോ ഡോഗ്. എലീനെ കെട്ടട്ടെ. എന്തുവാടാ പിക്കപ്പ്? ഇറങ്ങ്. ഓക്കെ, എലി എൻ്റെ ഇരിക്കട്ടെ. എന്നാലും എൻ്റെ ബനാന എന്തി? കോളിഫ്ലവറൊക്കെ വന്ന ടൊമാറ്റോ കോളിഫ്ലവർ 4 കോളിഫ്ലവർ ബാക്കി റീസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും. അപ്പോൾ ഗായ്സ്, ഇതിൽ ഇത് വലുതായോ ഗ്രീൻ ആപ്പിൾ? ഇനിയും ഇതേപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇട്ടേക്കാം. ഏത് റോബ്ലോക്സിൽ ഏത് ഗെയിം വേണമെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് ഇടാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഇട്ടേക്കാം. നല്ല ഗെയിം വേണം കമൻറ്റ് ചെയ്യാൻ. എനിക്കൊക്കെ കളിക്കാൻ പറ്റിയ ഗെയിംസ് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പിന്നെ മിക്കവരുടെയും കോപ്പി ചെയ്തിട്ടാണ് പറയണത്. എനിക്ക് സ്വയമായിട്ട് പറയാൻ അറിഞ്ഞൂടാ. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കാണുമായിരിക്കും. ചാനലുകൾ മിക്കവരും അങ്ങനെ പറയുന്നില്ലെങ്കിലും ഞാൻ അറിയാണ്ട് പറഞ്ഞു. എന്താണെന്ന് അറിഞ്ഞില്ല, അറിയാണ്ടങ്ങ് പറഞ്ഞു പോയി. എനിക്കൊരു സമാധാനമില്ല.
എന്താന്ന് അറിഞ്ഞൂടാ അതങ്ങനെ കടമയിപ്പോ. ടൊമാറ്റോ നട്ട് വെക്കട്ടെ. ടൊമാറ്റോ ഇവിടെ ആണ്. ഇവിടെ അല്ലേ ടൊമാറ്റോ ഉണ്ട്. വലിയ ടൊമാറ്റോ. കോളിഫ്ലവർ വന്നേ ഉള്ളൂ. ആ ഷോപ്പ് റീസ്റ്റാക്കായി. അവക്കാഡോ ഒന്നും വന്നില്ല. വാട്ടർമെലൻ തണ്ണിമത്തൻ. ബ്ലൂബെറി ഇനി വേണ്ട ഗൈസ്. കടയിൽ പോയിട്ട് വാട്ടർമെലൻ നട്ട് വയ്ക്കാം. അപ്പോൾ ഗൈസ് വാട്ടർമെലൻ നട്ട് വെച്ചിട്ട് കാണാനില്ല. അടിയിലോട്ട് പോയിട്ടുണ്ടാവും. ബ്ലൂബെറി ഓർമ്മ കഴിക്കണല്ലേ. ഇതേതാ ഗ്രീൻ ആപ്പിൾ ഇവിടെ ഞാൻ നട്ടാ. എന്തായാലും ഇപ്പം എന്താ ഗാർഡൻ വന്നാൽ പോരെ. കളക്ടിവേറ്റ് ചെയ്തു അതവിടെ കിടക്കട്ടെ. വലുതാണ്. എല്ലാത്തിനും ഒരെണ്ണം ഇതങ്ങനെ വിട്ടു വെച്ചേക്കണം. കാരണം വലുതാണുള്ള സ്ട്രോബെറി വിട്ടെ അത് ഗ്രോത്ത് വലുതാണുണ്ടോ. വലുതായിക്കോട്ടെ. ഗ്രീൻ ആപ്പിൾ അവിടെ കിടന്ന് വലുതാവട്ടെ. എന്നിട്ട് ഇതൊക്കെ കൊണ്ട് വിൽക്കാം. സെൽമൈനുണ്ട്. നാടാ നീ എലിക്കുട്ടനെ പിടിച്ചോ. മതി. ഹായ് വെള്ളം താടാ. ഗിഫ്റ്റ് തേനീച്ചയുണ്ടോ എൻ്റെ കയ്യിൽ? അതെല്ലാം എടുക്കാത്ത എൻ്റെ ഇല്ല. നീ ഇങ്ങോട്ട് കയറിയാടാ. കയറി വന്നു കഴിഞ്ഞാൽ അവൻ്റെ പൈസ തന്നെ 2 വട്ടം കൊടുത്തുള്ളൂ. റോബക്സ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഗാർഡൻ വലുതാക്കണ പ്രോസസ്സിലാണ് നമ്മൾ. ഇത്ര കിട്ടി. നമുക്ക് ഗാർഡൻ വലിയ ഗാർഡൻ ആക്കണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. എന്നാലല്ലേ എനിക്ക് ലാഭമുള്ളൂ. സീഡ് പിന്നെ വന്നാ ആയില്ല. അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ ബൈ.